നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഈ കമ്പനിയിലൂടെ ലഭ്യമായിട്ടുള്ള വിവിധ പ്രോഡക്റ്റുകളെ പറ്റിയും അത് എങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യാം, എങ്ങനെ ഇത് ഒരു ബിസിനസ്സായിട്ട് ചെയ്യുന്നവർക്ക് ഇതിൽ നിന്നൊരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. യൂണിനോട്ടിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമൈസ്ഡ് പ്രിൻറ്റിങ്ങിൽ ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇതിൽ നിന്ന് വിവിധങ്ങളായിട്ടുള്ള കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് അത് അവരവരുടെ ബിസിനസ്സിനകത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യത്തക്ക രീതിയിൽ ഒരു ബിസിനസ് പ്ലാൻ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കമ്പനിയിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ പ്രധാനമായിട്ടും 3 തരത്തിലാണ് ബിസിനസ് പ്ലാന് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒന്നൊരു റീറ്റെയിലറായിട്ടുള്ള ബിസിനസ് പോസിബിളാണ്. മറ്റൊന്ന് ഹോൾസെയിലായിട്ട് ഈ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനുണ്ട്. മൂന്നാമത്തേത് കമ്പനിയുമായിട്ട് ഡയറക്റ്റ് അസോസിയേറ്റ് ചെയ്ത് ഫ്രാഞ്ചൈസി എന്ന നിലയിൽ ബിസിനസ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇപ്പോൾ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് എല്ലാ പ്രോഡക്റ്റിനും പോസിബിളായിട്ടുള്ള രീതിയിൽ ഏത് തരത്തിലുള്ള കസ്റ്റമൈസേഷനും പോസിബിളായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ പ്രോഡക്റ്റുകളും മറ്റ് ഫീച്ചേഴ്സും സെറ്റ് ചെയ്തിരിക്കുന്നത്. കമ്പനിയിൽ നിന്ന് വിവിധങ്ങളായ പ്രോഡക്റ്റുകൾ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കമ്പനി വിവിധങ്ങളായിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ അവതരിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ ഒരു റീറ്റെയിലറായിട്ട് ബിസിനസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ ഹോൾസെയിലായിട്ട് ഇത്തരം പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നതിനുള്ള അവസരം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ കമ്പനിയുമായിട്ട് ഡയറക്റ്റ് അസോസിയേറ്റ് ചെയ്ത് കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് വർക്ക് ചെയ്യുന്നതിനുള്ള അവസരവും കമ്പനി കൊടുക്കുന്നുണ്ട്. ഇതിൽ ഓരോ സെഗ്മെൻറ്റുകളെ പറ്റി നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ഉണ്ടായിരിക്കും. ഈ സെഗ്മെൻറ്റിൽ നമ്മൾ കമ്പനിയിൽ നിന്ന് എങ്ങനെ ഒരു റീറ്റെയിലർക്ക് ബിസിനസ് ചെയ്യാം, അതിലൂടെ അവർക്കൊരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നത്. കമ്പനിയുടെ റീറ്റെയിലർ ബിസിനസ് എന്ന് പറയുന്നത് ഒരു കൂപ്പൺ വ്യവസ്ഥയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കമ്പനി അവതരിപ്പിക്കുന്നത് 4 തരത്തിലുള്ള കൂപ്പണുകളാണ്. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ബേസിക്കായിട്ടുള്ള ഒരു കൂപ്പൺ സിസ്റ്റമാണ് സ്റ്റാർട്ടപ്പ് 30 എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പ് 30 എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അവർക്ക് ഏത് തരത്തിൽ ബിസിനസ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒന്ന് പഠിക്കുന്നതിന്, പിന്നീട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇത്തരം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കൂപ്പൺ സിസ്റ്റമാണ് സ്റ്റാർട്ടപ്പ് 30 എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പ് 30ക്ക് ഉള്ള പ്രത്യേകത, അത് 10 ദിവസത്തെ വാലിഡിറ്റിയേ ഉള്ളൂ. പക്ഷേ 10 ദിവസം അൺലിമിറ്റഡ് പർച്ചേസ് ഓഫർ ചെയ്യുന്നുണ്ട്. അൺലിമിറ്റഡ് പർച്ചേസ് എന്ന് പറയുന്നത് ഈ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 10 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്താലും 1 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്താലും നിങ്ങൾക്ക് 30% മാർജിൻ അതിനകത്ത് ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എത്ര രൂപയ്ക്ക് ബിസിനസ് ചെയ്തു, എത്ര പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു എന്നുള്ളതിന് ലിമിറ്റില്ല. പക്ഷേ ഇതിൻ്റെ വാലിഡിറ്റി എന്നാണോ ആക്ടിവേറ്റ് ചെയ്യുന്നത് അന്ന് മുതൽ 10 ദിവസത്തെ വാലിഡിറ്റി ആയിരിക്കും. നിസ്സാരമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് 500 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് ട്രയൽ റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമതായിട്ടുള്ള മറ്റൊരു കൂപ്പണാണ് സ്മാർട്ട് 30 എന്ന് പറയുന്നത്. സ്മാർട്ട് 30 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 30 ദിവസത്തെ വാലിഡിറ്റിയിൽ 30% മാർജിൻ ലഭിക്കുന്ന ഒരു കൂപ്പൺ സിസ്റ്റമാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പർച്ചേസ് ഓഫർ ചെയ്യുന്നുണ്ട്. മാർജിൻ 30%. നിങ്ങൾ 1000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് 300 റുപ്പീസിൻ്റെ 300 രൂപയുടെ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. അതായത് ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്നവർക്ക് ഒരു റീറ്റെയിലർ എന്ന നിലയിൽ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ്, നിങ്ങളുടെ പ്രോഡക്റ്റ് സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്കൊരു കസ്റ്റമറെ ലഭിച്ചാൽ ആ ഓർഡർ കമ്പനിയിൽ പ്ലേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് 300 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് ലഭിക്കുന്നു. അതായത് നിങ്ങൾക്ക് കസ്റ്റമറിൽ നിന്ന് 1000 രൂപയുടെ പ്രോഡക്റ്റിന് 1000 രൂപ ഡയറക്റ്റായിട്ട് മേടിക്കാമെങ്കിലും കമ്പനിയിൽ പേ ചെയ്യേണ്ടി വരുന്നത് 700 രൂപ മാത്രമേ ഉണ്ടാകൂ. ഇതിന് മറ്റൊരു അഡ്വാൻറ്റേജ്, ഇത്തരം കൂപ്പണുകൾക്കെല്ലാം ഉള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, കമ്പനിയിൽ നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന ഓർഡറിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ നിങ്ങളുടെ കസ്റ്റമർക്ക് കമ്പനി നേരിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യും. നിങ്ങളുടെ പേരിൽ തന്നെ കമ്പനി ആ പ്രോഡക്റ്റുകൾ അയച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് പിന്നെ നിങ്ങളത് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഒരു പ്രോസസ്സ് ഇല്ല ഇതിനകത്തിൽ. അതുകൂടി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ഇപ്പം സ്മാർട്ട് 30യെ സംബന്ധിച്ചിടത്തോളം
സ്മാർട്ട് 30യിൽ വാലിഡിറ്റി 30 ഡേയ്സ് ആണ്. ഈ 30 ഡേയ്സ് കൊണ്ട് നിങ്ങൾ എത്ര ബിസിനസ് വോളിയം ക്രിയേറ്റ് ചെയ്താലും അതിന് 30% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന ഒരു കൂപ്പണാണ് ഗോൾഡൻ 35 എന്ന് പറയുന്നത്. ഇത് കുറേ കൂടെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു കൂപ്പൺ സിസ്റ്റമാണ്. ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 6 മാസത്തെ വാലിഡിറ്റി ഉണ്ടാകും, 180 ദിവസത്തെ വാലിഡിറ്റി ഉണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും അൺലിമിറ്റഡ് പർച്ചേസിങ് ലഭിക്കുന്നതാണ്. ഈ 180 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്ര രൂപയുടെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്താലും അതിന് 35% മാർജിൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 4000 രൂപയാണ്. 4000 രൂപ എന്ന് പറയുന്ന ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ 180 ദിവസത്തിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് കൂപ്പൺ റീചാർജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ബിസിനസ് ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ അതിന് എന്നെക്കൊണ്ട് സാധിക്കും എന്ന് താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഈ ഗോൾഡൻ 35 എന്ന് പറയുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്ലാസിക്കായിട്ട് കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന ഒരു കൂപ്പണാണ് എലൈറ്റ് 35 എന്ന് പറയുന്നത്. ഇത് നിലവിൽ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കോ, അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു DTP സെൻറ്റർ, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് സെൻറ്റർ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ, ഇതുപോലെയുള്ള ഒരു സ്ഥാപനം റൺ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയറിലേക്ക്, ഒരു വർഷത്തേക്ക് അവർക്ക് എല്ലാ പ്രോഡക്റ്റുകളും, കമ്പനിയിൽ നിലവിലുള്ളതും കമ്പനി ഓരോ മാസവും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ മുഴുവൻ പ്രോഡക്റ്റുകളും, കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റുകളും അവർക്ക് 35% മാർജിനോടുകൂടി പർച്ചേസ് ചെയ്ത് കസ്റ്റമർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ ആരംഭിക്കാവുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ എലൈറ്റ് 35 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഒരു ചെറിയ സ്ഥാപനം തുടങ്ങുമ്പോൾ അവിടെ ഒരു പ്രിൻറ്റിങ്ങിന് വേണ്ട ഒരു ചെറിയ പ്രിൻ്റർ മേടിക്കണമെങ്കിൽ പോലും 12000 15000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അതേസമയം ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയോടുകൂടി UV പ്രിൻറ്റിങ്ങും ലേസർ പ്രിൻറ്റിങ്ങും അതുപോലെ തന്നെ ലേസർ കട്ടിങ്ങും എൻഗ്രേവിങ്ങും ഹീറ്റ് ട്രാൻസ്ഫറിങ് പ്രിൻറ്റിങ്ങും ഉൾപ്പെടെ എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുള്ള പ്രിൻറ്റിങ് പ്രോഡക്റ്റുകൾ തങ്ങളുടെ സ്ഥാപനത്തിലൂടെ സെല്ല് ചെയ്യുന്നതിന് വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 5000 രൂപയുള്ളൂ. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ മറ്റൊരു ലെവലിലേക്ക് എസ്കലേറ്റ് ചെയ്യുന്നതിന് ഈ ഒരു ഓപ്ഷൻ പലപ്പോഴും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് അവർക്ക് പുതിയ ഒരു മേഖലയിലേക്ക് കടക്കുമ്പോൾ ആവശ്യമായി വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാക്കിക്കൊണ്ട് ന്യായമായിട്ടൊരു മാർജിൻ ലഭിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രോഡക്റ്റുകളും അവർക്ക് സെല്ല് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പോൾ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, എന്നാൽ തൽക്കാലം വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെലക്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് ഈ എലൈറ്റ് 35 എന്ന് പറയുന്നത്. അപ്പം ഒരു മാസം ഒരു 15000 20000 രൂപയുടെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യായമായിട്ടുള്ള ഒരു ഇൻകം, അവർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ യാതൊരു തരത്തിലും അഫക്റ്റ് ചെയ്യാതെ അവർക്ക് ന്യായമായിട്ടുള്ള ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇതിലൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. നേരത്തെ കമ്പനിയിൽ നിന്ന് ഫ്രാഞ്ചൈസികൾ മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ കമ്പനിയുമായിട്ട് ബന്ധപ്പെടുകയും അവർക്കൂടെ ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം വേണം എന്നാവശ്യപ്പെട്ടതിൻ്റെ പേരിൽ കമ്പനിയുടെ ബിസിനസ് പ്ലാനിനകത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇങ്ങനെയൊരു കൂപ്പൺ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ മെത്തേഡുകൾ അല്ലെങ്കിൽ ഈ അവസരം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കമ്പനിയുടെ മറ്റ് ബിസിനസ് ഓപ്ഷനുകൾ, അതായത് എങ്ങനെയാണ് ഹോൾസെയിൽ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നത്, അതുപോലെ കമ്പനിയുമായിട്ട് എങ്ങനെ ഫ്രാഞ്ചൈസി ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം,
അങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഇതിൽ നിന്നും അഡീഷണലായിട്ട് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നന്ദി.